أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. حبيبي محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അഅലമു ബിക്കും വഅത്ഖാകും, നിങ്ങളിലേക്ക് അല്ലാഹുവിനെ കൂടുതലായി അറിഞ്ഞത് അതെനിക്കാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തഖ്വയുള്ള ആള് അത് ഞാനും കൂടിയാണ്. അപ്പോ ഇന്നലെ പറഞ്ഞതുപോലെ ഉബൂദിയ്യത്ത്, ഇബാദത്ത് അതിനേക്കാളും വലുതാണ് ഉബൂദിയ്യത്ത്. അത് കൂടുതലായി ഉബൂദിയ്യത്തിന്റെ ആ ഒരു മാധുര്യം അനുഭവിച്ച ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഖൽബിന് പ്രത്യേകമായ ഒരു തുറന്നുകിട്ടൽ, തുറന്നുകിട്ടൽ ഉണ്ടായാൽ അത് ഇതിനുള്ള ഭാഗ്യങ്ങൾ അത് എല്ലാത്തിലുണ്ട്. നിസ്കാരത്തിലുണ്ട്, ഹജ്ജിലുണ്ട്, സ്വതക്കയിലുണ്ട്, ഖുർആനോത്തിലുണ്ട്, ദിക്റിലുണ്ട്, എല്ലാത്തിലും ഒരു പ്രത്യേകമായ ഒരു മാധുര്യം. അതാണ് നമ്മൾ പറഞ്ഞ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പാഠം. അതുപോലെ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. 4 ഖലീഫമാർ നമുക്ക് പേരറിയാം. അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിന് അള്ളാഹിനോട് ദുആ, ആ ദുആക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടു കൂടി ചിരിക്കുമായിരുന്നു. നമ്മുടെ നേരെ എതിരാണ്. നമ്മൾ ദുആ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ അള്ളാഹിനെ കുറ്റമുള്ളത്. എത്ര ദുആ ആ മജ്‌ലിസിൽ ദുആയിരുന്നു, ഈ മജ്‌ലിസിൽ 10,000 ആളുകൾ കൂടിയ ആ മജ്‌ലിസിൽ ദുആയിരുന്നു. പക്ഷെ രോഗത്തിന് മാറ്റില്ല, കടം തീർന്നിട്ടില്ല, ടെൻഷന് പോകുന്നില്ല, ബേജാറ് തീർന്നില്ല. എപ്പോഴും അള്ളാഹിനെ കുറ്റം പറയാനാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല. ദുആന്റെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയിട്ട് ചിരിക്കലാണ്. അപ്പൊ ആളുകൾ ചോദിക്കും, അല്ല നിങ്ങൾ ദുആന്റെ ഉത്തരം കിട്ടാതെ ചിരിക്കുന്ന എന്തായാലും. അപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞ മറുപടി അത് നമുക്ക് വലിയ മാനവர்கள் പറഞ്ഞത്, എന്റെ ആഗ്രഹം തോറ്റുപോയി, പക്ഷെ എന്റെ റബ്ബിന്റെ കഥാ വിജയിച്ചല്ലോ എന്നാണ്. റബ്ബിന്റെ കഥാന്ന് വിജയിച്ച് എന്റെ ദുആക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇവിടെ നടന്നെന്താ? റബ്ബിന്റെ കഥാ വിജയിച്ചു, ഞാൻ ആഗ്രഹിച്ചതോ അത് നടന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ആരാ? റബ്ബുമായ അല്ലാഹു വിജയിച്ചതിന്റെ പേരിലുള്ള സന്തോഷമാണ്. നമുക്ക് ഭയങ്കര ബേജാറാണ്. നമുക്ക് എത്രത്തോളം പറഞ്ഞാല് അഭിമാനം. ദുആ എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്താണ്. ദുആനക്കണം ഒരു ഇബാദത്താണ്. ഉത്തരം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമല്ല. നബിതങ്ങൾ പറഞ്ഞാൽ 3 കാര്യമുണ്ട്. ദുആ 3 ഉറപ്പാണ്. ഇമ്മ ഖൈറുൻ യുഅജ്ജലുല, ഒന്നെങ്കിലും നീ ദുആ കിട്ടും, അല്ലെങ്കിൽ ഇമ്മ ഖൈറുൻ യുദ്ദഅറുല, അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും കിട്ടും. ഇപ്പൊ കിട്ടിയത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടും. അല്ലെങ്കിൽ 4 ആഖിറത്തിൽ നിങ്ങൾക്ക് ഖൈർ കിട്ടും. അഭിമാനങ്ങൾ പറഞ്ഞു 4 ആഖിറത്തിൽ എത്തുമ്പോ ഒരുപാട് ആളുകൾ ദുനിയാവിൽ ഒരേ ദ്വാരത്തിന്റെ ഉത്തരം കിട്ടാത്ത ആളുകളുണ്ടോ? ആ ആളുകൾക്ക് അല്ലാഹു തആല അവിടെ ധാരാളമായി ഓടി മാറി കൊടുക്കുന്ന, ഇവിടെ പരലോകത്ത് ആർക്ക് ദുനിയാവിൽ ഒരേ ദ്വാരത്തിന്റെ ഉത്തരം കിട്ടാത്ത ആളുകൾ ഒരേ മുഅ്മിനീങ്ങളാണ്. ഒരേ ദ്വാരത്തിന്റെ ആളുകൾ പാതിരാത്രി താഹജ്ജുദ് കഴിഞ്ഞ് ദുആ, സുബഹിസ്കാരം കഴിഞ്ഞ് ദുആ, ക്ലാസ് കഴിഞ്ഞ് ദുആ, ഒരുപാട് ദുആ. പക്ഷെ ദ്വാരത്തിന് ഞാൻ പറയുന്നത് എന്ത് കിട്ടി? എവിടെ ടെൻഷൻ കുറഞ്ഞ, നമ്മൾ കടം തീർന്ന, നമ്മൾ ബേജാറ് തീർന്ന, രോഗം കുറഞ്ഞ, ക്യാൻസർ രോഗികൾക്ക് വന്നാൽ രോഗിങ്ങനെ കൂടാണ്ടാണ്. ഞമ്മോ രോഗിങ്ങനെ കൂടാൻ മുട്ടുവേദന പറയാൻ വേണ്ടി നമ്മൾ ദ്വാരക്കുന്നത് പറഞ്ഞ, നടുവേദന പറഞ്ഞ ഇല്ല. പക്ഷേ ഇവിടെ കിട്ടാത്തതിന്റെ പേരിൽ 4 ആഖിറത്തിൽ അവിടെ ദുനിയാവിൽ ദുആക്ക് ഇജാബത്ത് കിട്ടാത്ത ആളുകൾക്ക് 4 കോടി വാരി കൊടുക്കുമ്പോ ദുനിയാവിൽ ദുആക്ക് ഉത്തരം കിട്ടിയ ആളുകൾ കൊതിച്ചു പോകുമത്രേ. എന്താ കൊതിക്കേണ്ടത്? പടച്ചോനെ, ദുനിയാവിൽ എന്റെ ദുആക്ക് ഉത്തരം കിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദുനിയാവിൽ എന്റെ ദുആക്ക് ഉത്തരം കിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു പടച്ചോനെ. അതെന്താ? കിട്ടാത്ത ആളുകൾക്ക് അന്ന് കൊടുക്കാനുള്ള ഓഫറാണ്. ധാരാളമായി ഇങ്ങനെ കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്. അതാണ് സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ദുആക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ചിരിക്കുമായിരുന്നു എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്, മഹബൂബായ അല്ലാഹുവിന്റെ ഖദാ വിജയിച്ചു. പാവപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഞാൻ ആഗ്രഹിച്ചത് നടന്നില്ല. അപ്പൊ ആരാ ജയിച്ചത്? അല്ലാഹ്. ജയിച്ചതാരാ? അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് സന്തോഷത്തോടും നമുക്ക് ഇന്നാരെങ്കിലും ദുആക്ക് ഉത്തരം കിട്ടിയാൽ പിന്നെ അയാൾ വെച്ച തട്ടാണ്, പിന്നെ അയാളുടെ അങ്ങനെ ആൾ കൂടി അങ്ങനെ ഭയങ്കര പറയണ്ട. സുബ്ഹാനല്ലാഹ്. ആളുടെ സ്ഥലത്തിൽ ആളുകൾ ഭയങ്കര കൂടും. ഇന്നത്തെ കാലമാണ്. അപ്പോ എന്താ സംഭവം?
അപ്പോ മഹാന്മാരായ അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളുകൾക്ക് അള്ളാഹു താല തുറന്നു കൊടുക്കുന്ന ഒരു ഫത്വ, ഒരു വിജയം. ഖൽബിന്റെ തുറസ്സുണ്ടായാൽ അത് വലിയ ഒരു സന്തോഷമാണ്. അത് എല്ലാ ആളുകൾക്കും അന്ന് കൊടുക്കൂല. അന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അന്ന് തെരഞ്ഞെടുത്ത ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ നിയമത്താണ്. ഖൽബിന് ഒരു തുറസ്. ഇക്കാലത്ത് എത്രയോ ആളുകൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അത് ഒഴിഞ്ഞു പോകില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളും മഹാന്മാരും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അള്ളാഹുവിനെ കുറിച്ച് അവരെ കൊണ്ടാണ് നിന്റെ ദുനിയാവൊക്കെ നല്ല റാഹത്തിൽ സന്തോഷത്തിൽ കഴിഞ്ഞു പോകും. അപ്പൊ ഏതായാലും ദുആ എന്താണ്? ദുആ ഈമാനെന്താണ്? എത്ര ദുആനാലും അതിന് ബെനിഫിറ്റ് ഉറപ്പാണ്. ചിലപ്പോ ദുനിയാവിൽ നിന്ന് കിട്ടും, കിട്ടില്ലെങ്കിൽ അതിനേക്കാൾ വലിയ ബെനിഫിറ്റ് നാല് ആഖിറത്തിൽ നമുക്ക് കിട്ടാൻ പോകും. ഇതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഇതോടെ അള്ളാഹു താല ആ രൂപത്തിൽ നമ്മുടെ ഖൽബിന് പ്രത്യേകമായ ഒരു തുറസ്, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ആ മാധുര്യം നമ്മുടെ ഓരോ ആരാധനകളും അനുഭവിക്കാനുമുള്ള പ്രത്യേകമായ ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഒരുപാട് ആളുകൾ പല മുറാദുകൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്യുന്നവരാണ്. എപ്പോഴും അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അവരുടെ ദുനിയാവിലല്ലെങ്കിൽ ആഖിറത്തിലെങ്കിലും അതിന് പകരമായി ധാരാളം ഖൈറുകളും സന്തോഷങ്ങളും അള്ളാഹു നമ്മുടെ മനസ്സ് കുളിർമയാകുന്ന രൂപത്തിലുള്ള ആ കൊടുതി ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹ്. നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, ധാരാളമായി ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി എല്ലാ മേഖലകളിലും പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് റബ്ബേ. അല്ലാഹുവേ, നിനക്കറിയാം നമ്മുടെ ബേജാർ. നീ നമ്മുടെ റബ്ബാണ്, നീ നമ്മുടെ ഖാലിഖാണ്, നമ്മുടെ റാസിഖാണ്. നമുക്ക് പ്രയാസം തന്നത് നീയാണെങ്കിൽ, രോഗം തന്നത് നീയാണെങ്കിൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് തന്നത് നീയാണെങ്കിൽ അതിനെ പരിഹരിക്കേണ്ടതും നീയാണ്. രോഗം മാറ്റേണ്ടത് നീയാണ്, കടങ്ങളെ തീർക്കേണ്ടത് നീയാണ്, ബേജാറുകൾ അകറ്റേണ്ടത് നീയാണ്. പടച്ചവനെ, എല്ലാ ഞങ്ങൾക്ക് ഹൈറായ രൂപത്തിൽ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നീ ചെയ്തു തരണേ അമ്മ. അല്ലാഹുവേ, ചെയ്തു തരണേ അമ്മ. ഒരുപാട് രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് ബേജാറായ ആളുകൾ ഹോസ്പിറ്റലുകളിൽ, വീടുകളിൽ കിടക്കുന്നു. റബ്ബേ, നീ ശിഫ നൽകണേ അമ്മ. നമ്മുടെ ഈ സദസ്സിൽ പല രൂപത്തിൽ ശാരീരികമായി നൊമ്പരങ്ങൾ അനുഭവിക്കുന്ന പലരുമുണ്ട്. റബ്ബേ, നീ ശിഫ നൽകണേ അമ്മ. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ, നാട്ടുകാർ, സ്നേഹിതന്മാർ, അല്ലാഹ് ആഫിയത്തോടുകൂടിയുള്ള ദീർഘ ആയുസ് കൊണ്ടവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവർ ചെയ്യുന്ന ജോലിയിൽ ബറക്കത്ത് നൽകുന്നു, കച്ചവടത്തിൽ ബറക്കത്ത് നൽകുന്നു. ജോലിയില്ലാതെ ബേജാറായ ആളുകൾ ഹൈറായ ജോലിയുടെ വഴി നീ തുറക്കണേ അമ്മ. നാട്ടുകാരായ ഞങ്ങളും പല രൂപത്തിൽ മഹീഷത്തിന്റെ വഴിയിൽ ബന്ധപ്പെടുമ്പോ അല്ലാഹ് നമ്മുടെ ആ മഹീഷത്തിന്റെ വഴിയിലും നീ ഹൈറ് നൽകണേ അമ്മ. വാഹനങ്ങളിൽ അധ്വാനിക്കുന്ന ആളുകൾ അപകടങ്ങളിൽ നിന്നൊരു സലാമത്ത് നൽകുന്നു. കടലിൽ പോയി അധ്വാനിക്കുന്ന ആളുകൾക്ക് വിചാരിച്ചതിനേക്കാളും വലിയ സന്തോഷവും ബറക്കത്ത് നൽകണേ അമ്മ. അധ്വാനിക്കുന്ന നമുക്ക് നമ്മുടെ ശരീരങ്ങൾക്ക് ആഫിയത്ത് നീ നിലനിർത്തണേ അമ്മ. ആരോഗ്യം നിലനിർത്തണേ അമ്മ. മരിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പള്ളിക്കാട്ടിൽ കിടക്കുമ്പോ അവരുടെ ഞങ്ങൾ ഓതിയ സൂറത്തുൽ നസ്ർ, പ്രഭുവുൽ ഖുർആൻ, ഖുർആനിന്റെ നാലിലൊന്നിനോട് നടപിടിക്കുന്ന സൂറത്താണ്. ആ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കെല്ലാം ഖബറിൽ നീ വലിയ ഫത്ഹ് നൽകണേ അമ്മ. ഫത്ഹ് നൽകണേ അമ്മ. എല്ലാ രൂപത്തിലും സ്വർഗീയ സുഖങ്ങൾ, സന്തോഷങ്ങൾ അവരുടെ ഖബറിൽ നീ ചൊരിയണേ അമ്മ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു